96 മെയ് 30 തിരഞ്ഞെടുക്കപ്പെട്ട് ചെയറിൽ വരുമ്പോൾ ഞാൻ ആദ്യം നടത്തിയ ഒരു പ്രസ്താവനയിൽ ഇത് പരാമർശിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സഭയുടെ നാഥൻ എന്ന നിലയിൽ അല്ല അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്, നിയമസഭയുടെ ദാസൻ എന്ന നിലയിലാണ്. നിയമസഭാ നടപടികളുടെ ഗൗരവവും അതുപോലെ തന്നെ അതിന് നൽകുന്ന പ്രാധാന്യമൊക്കെ കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു ധാരണ സമൂഹത്തിൽ വരുന്നില്ല. അത്തരത്തിലുള്ള ഒരു സംഭവം കേരള നിയമസഭയിൽ ഇത് ഒരിക്കലും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സ്പീക്കർ റൂളിംഗ് കൊടുത്താൽ പോലും ആ റൂളിംഗ് ശരിയാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള അവകാശം കൂടിയുണ്ട്, കഴിയണം സ്പീക്കർക്ക്, എന്നാലേ സ്പീക്കർ ആവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ക്ലോസ് ചെയ്തു. വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ സ്പീക്കറാവുന്നത്. ശക്തൻ സൂചിപ്പിച്ചതുപോലെ യാതൊരു മുൻപരിചയവും മുൻവിധികളും ഇല്ലാതെ സ്പീക്കറാണ്. ഞാൻ സ്തംഭിച്ചു പോയത് ശ്രീ കോടിയേരി ബാലകൃഷ്ണനും അപ്പോൾ എൻ്റെ മുറിയിൽ വന്ന് എനിക്ക് കൈ തന്നിട്ട് ഇതെങ്ങനെ വരും എന്ന് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ 3 പേരും മുൻ സ്പീക്കർമാർ എന്നതിലുപരി എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ അടുപ്പവും സ്വാതന്ത്ര്യവും ഒക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് അവരെ മോഡറേറ്റ് ചെയ്യുന്ന വലിയ പ്രയാസം ഉണ്ടാവുകയില്ല എന്ന പ്രതീക്ഷയിൽ തുടങ്ങുന്നു. ഓരോ നിയമസഭയും അതിൻ്റെ സ്പീക്കറുടെ വ്യക്തിത്വം അനുസരിച്ചാണ് രൂപപ്പെടുക. എല്ലാ നിയമസഭയുടെയും ചട്ടങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്, ഭരണഘടനാ വ്യവസ്ഥകൾ ഒന്ന് തന്നെയാണ്. പക്ഷേ എങ്കിലും ഒരു സ്പീക്കർ നിയമസഭയുടെ പ്രവർത്തനത്തിൽ ചെലുത്തുന്ന സ്വാധീനം ആ നിയമസഭയുടെ തന്നെ ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വഹിക്കുന്ന പങ്ക്, ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഓരോ സ്പീക്കറുടെയും വ്യക്തിത്വത്തിന് അനുസൃതമായി നിയമസഭാ പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ ഗുണപരമായ മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ ഇതിന് ചുറ്റിലും ഒരു പുസ്തക പ്രദർശനം നടക്കുന്നു. മുമ്പൊന്നും ഇത് ചിന്തിക്കാൻ പോലും പറ്റുന്ന സാധനമല്ല. നിയമസഭ എന്ന് പറഞ്ഞാൽ സഭാ സമ്മേളനം വിളിച്ചു കൂട്ടുമ്പോൾ അംഗങ്ങൾ അസംബ്ലി ചെയ്യുന്നു, അവർ നിയമസഭയുടെ നിയമനിർമ്മാണം, സംസ്ഥാനത്തിൻ്റെ ബജറ്റ് പാസ്സാക്കുക, അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്യുക, സബ്മിഷൻസ്, കോളിംഗ് അറ്റൻഷൻ, ഇങ്ങനെ നിയതമായ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് അത് പ്രവർത്തിക്കുക. അതിലുപരി നിയമസഭയ്ക്ക് മറ്റെന്തെങ്കിലും പ്രവർത്തനമുണ്ടോ, ആകാമോ എന്നൊക്കെയുള്ള പലരും സംശയത്തോടെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് അത് മുൻ സ്പീക്കർ MP രാജേഷിൻ്റെ ഒരു ആശയമാണ്. ഞാനും അതിൽ പങ്കാളിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്ന ചർച്ചകളെക്കുറിച്ച് നമുക്ക് പലർക്കും അറിയാം. അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും പുസ്തക രൂപത്തിൽ 12-13 വോളിയം ആയിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയാത്ത ഒരാളിന് ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? കേരളത്തിൽ എത്രയോ ആളുകൾ ഇതറിയാൻ താല്പര്യമുള്ളവരും എന്നാൽ ഈ ഭാഷയുടെ വൈഷമ്യം കാരണം അതിലേക്ക് എത്താൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. അപ്പോൾ മുൻ സ്പീക്കർ ശ്രീ MP രാജേഷ് ഒരു ദിവസം എന്നോട് ചോദിച്ചു, സാർ ഇത് നമുക്ക് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചാലോ നിയമസഭയുടേതായിട്ട്? നമ്മൾ നല്ല ആശയമാണ്. അത് നല്ല ആശയം എന്ന് പറഞ്ഞാൽ പോരാ, അതിൽ മുഴുവൻ സമയം സഹകരിക്കാനും കൂടെ സാർ തയ്യാറായാൽ ഞാൻ ഈ പ്രോജക്റ്റ് അനൗൺസ് ചെയ്യാം. അപ്പോൾ എനിക്ക് സഹകരിക്കാമെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നല്ലൊരു ആശയമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ സഹകരിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ സഹകരിക്കാമെന്ന് പറഞ്ഞു. അതിപ്പോൾ ഏതാണ്ട് പൂർത്തിയാവുകയാണ്. 1-ാം വോളിയം നമുക്ക് ജനുവരി 26-ന് റിലീസ് ചെയ്യാനാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ റിലീസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നിയമസഭയുടെ പ്രവർത്തനമാണോ എന്ന് ആശങ്കയോടുകൂടി ചോദിക്കുന്നവരുണ്ട്. നിയമസഭ ഭരണഘടനയെ ശക്തിപ്പെടുത്തുന്നതിനും
നിയമത്തെക്കുറിച്ചുള്ള അവബോധം സമൂഹത്തിൽ വളർത്തുന്നതിനും, അതുമാത്രമല്ല നിയമങ്ങൾ എത്രത്തോളം ഫലപ്രദമാണ് എന്ന് പരിശോധിക്കുന്നതിനുമൊക്കെ തന്നെ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. നിയമസഭയിൽ അതിൻ്റെ അജണ്ട അനുസരിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഉപരിയായി അതിന് പുറമെ മറ്റു പല കാര്യങ്ങളും നിയമസഭകൾക്ക് ചെയ്യാൻ കഴിയും എന്ന് ഓരോ ദിവസവും നമ്മൾ മനസ്സിലാക്കി വരികയാണ്. മറ്റൊരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ശ്രീ കെ രാധാകൃഷ്ണൻ സ്പീക്കറായിരുന്നപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ട് നിയമസഭ നിയമങ്ങൾ ഇങ്ങനെ പാസ്സാക്കുന്നു. ഈ നിയമങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുന്നു, എത്രത്തോളം സമൂഹത്തിന് പ്രയോജനപ്പെടുന്നു, അത് നമ്മൾ നിയമസഭ നോക്കണ്ടേ. അത് നിയമസഭയ്ക്ക് ഔദ്യോഗികമായി നോക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് നിയമസഭ പാസ്സാക്കിയ നിയമങ്ങളുടെ അതിന് കൊടുത്ത ടൈറ്റിൽ, അത് പെട്ടെന്ന് മനസ്സിലാകുന്നൊരു ടൈറ്റിലല്ല, പ്രഭാവ പഠനങ്ങൾ. അതൊരു മലയാള ഭാഷാ വിദഗ്ധൻ നിർദ്ദേശിച്ച ശീർഷകമാണ്. ഒരു വാള്യം ഇറങ്ങി കുറേ പ്രധാനപ്പെട്ട നിയമങ്ങൾ എടുത്തിട്ട് സമൂഹത്തിൽ എന്ത് ചലനമുണ്ടാക്കി, നിയമനിർമ്മാതാക്കൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലായോ, അതിപ്പോൾ രണ്ടാമത്തെ വാള്യം തയ്യാറായി കഴിഞ്ഞു. ഈ 2 വാള്യത്തിലായിട്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, നിയമങ്ങളെല്ലാം ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആ ആഗ്രഹം അനുസരിച്ച്, നമ്മുടെ മുൻകൂട്ടി നമ്മൾ തയ്യാറാക്കിയ പ്ലാൻ അനുസരിച്ച് അതേ ഗുണനിലവാരം പുലർത്തിക്കൊണ്ടല്ല വന്നിരിക്കുന്നത് എങ്കിൽ പോലും ഒരു തുടക്കം. അപ്പം ഇങ്ങനൊരു കാര്യം നിയമസഭയുടെ പ്രവർത്തനത്തിൽ കൊണ്ടുവരാം എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഒരു പരിശ്രമം എന്ന് കണ്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ നിയമസഭയ്ക്കകത്ത് നടക്കുന്നതിൻ്റെ ബാഹ്യമായ പ്രവർത്തനങ്ങളുടെ ഒരു വീക്ഷണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പക്ഷേ നിയമസഭയ്ക്കകത്തേക്ക് വരുമ്പോൾ സ്പീക്കറുടെ റോള് ഏറ്റവും ബുദ്ധിമുട്ടുള്ള റോളാണ്. ഏറ്റവും പരമപ്രധാനമായൊരു പദവിയാണ്, അതേസമയം ഏറ്റവും ബുദ്ധിമുട്ടുള്ള പദവിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനുള്ള കാരണം, നമ്മുടെ സ്പീക്കറായി വരുന്നവരെല്ലാം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വരുന്നവരാണ്, സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരാണ്, സജീവ രാഷ്ട്രീയത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നവരാണ്. ആ നിലയ്ക്കുള്ള പരിമിതികൾ അവരുടെ പ്രവർത്തനത്തിൽ പ്രതിഫലിക്കും. നമുക്കിപ്പോൾ ബ്രിട്ടീഷ് രീതി അനുസരിച്ച് സ്പീക്കറെ സർവതന്ത്ര സ്വതന്ത്രനാക്കി നിർത്തുകയും സ്പീക്കർ വീണ്ടും ഇലക്ഷൻ കഴിക്കുമ്പോൾ മറ്റു പാർട്ടികളാരെ എതിർ സ്ഥാനാർത്ഥികൾ നിർത്താതിരിക്കുകയും ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോയിട്ടില്ല. പോകുന്നത് കൊണ്ട് അത്രത്തോളം ആശാസ്യമായ ഒരു കാര്യമാകണമെന്നുമില്ല. അതൊക്കെ നിൽക്കട്ടെ. പക്ഷേ സ്പീക്കറുടെ റോഡൊരു ഞാണിന്മേൽ കളി പോലെയാണ്. ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾ, അതോടൊപ്പം നിലവിലുള്ള ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ, ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ നിയമസഭയിലൂടെ നടപ്പാക്കേണ്ടതും പാസ്സാക്കേണ്ടതായ കാര്യങ്ങൾ കൃത്യസമയത്ത് സമയബന്ധിതമായി അത് പാസ്സാക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള സഹായം, അതിനുള്ള പരിശ്രമം ഉണ്ടാകേണ്ട സ്പീക്കറുടെ ഭാഗത്തു നിന്നാണ്. അത് നടക്കാതെ വരാൻ പാടില്ല. ഭരണസ്തംഭനം ഉണ്ടാകാൻ അനുവദിക്കാൻ പാടില്ല. അതൊരു വശത്ത്. അതേസമയം പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട്, പ്രതിപക്ഷത്തിനും ജനാധിപത്യത്തിൽ വളരെ വലിയൊരു പങ്ക് നിർവഹിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്പീക്കർമാർ പ്രവർത്തിച്ചില്ലെങ്കിൽ അവർ രാഷ്ട്രീയ പക്ഷപാതിത്വം ആരോപിക്കപ്പെടാം. അപ്പോൾ ഇങ്ങനെ ഇത് രണ്ടിനിടയ്ക്ക് ബാലൻസ് ചെയ്ത് പോവുക എന്നത് ഒരു സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. അത് വളരെ വിജയകരമായി നിറവേറ്റിയ 3 വ്യക്തികളാണ് നമ്മുടെ വേദിയിൽ ഇരിക്കുന്നത്. അവരുടെ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കും. അതിനാദ്യം ശ്രീ എം വിജയകുമാറിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ചർച്ച ഈ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സംഘടിപ്പിച്ചതാണ്. ബുക്ക് ഫെസ്റ്റിവലിൻ്റെ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലാതെയും നടക്കേണ്ടതാണ് ഈ സെഷൻ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കേരള നിയമസഭയെ മുൻകാലങ്ങളിൽ നയിച്ചവർ എന്ന നിലയിലാണ്. ഡോക്ടർ എൻ കെ ജയകുമാർ പറഞ്ഞതുപോലെ നിയമസഭ സ്പീക്കർ എന്ന് പറഞ്ഞാൽ നിയമസഭയുടെ നാഥൻ എന്നാണ് പറയുന്നത്.
നിയമസഭയ്ക്ക് സഭാ നേതാവുണ്ട്, അത് മുഖ്യമന്ത്രിയാണ്. പ്രതിപക്ഷ നേതാവുണ്ട്, അത് രണ്ടുപേരും ഉള്ളപ്പോൾ സഭയെ നയിക്കേണ്ടത് സഭയുടെ നാഥൻ എന്ന് പറയുന്നതാണ് നിയമസഭാ സ്പീക്കർ. ഞാൻ 1996 മെയ് 30 തിരഞ്ഞെടുക്കപ്പെട്ട ചെയറിൽ വരുമ്പോൾ ഞാൻ ആദ്യം നടത്തിയ ഒരു പ്രസ്താവനയിൽ ഇത് പരാമർശിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സഭയുടെ നാഥൻ എന്ന നിലയിൽ അല്ല അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്, നിയമസഭയുടെ ദാസൻ എന്ന നിലയിലാണ്. അതായിരുന്നു അന്നത്തെ അടുത്ത ലീഡ് ന്യൂസായിട്ട് വന്നത്. ആ രൂപത്തിലാണ് ഞാൻ ഈ സ്ഥാനത്തെ കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം. വാസ്തവത്തിൽ ഈ സെഷൻ തന്നെ ഇപ്പം ഞാൻ മുൻ സ്പീക്കർമാരെന്ന നിലയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പക്ഷേ മുൻ നിയമസഭാ സാമാജികരെ കൂടി ഇതിൽ പങ്കെടുപ്പിക്കണമായിരുന്നു. അത് വളരെ പ്രധാനമാണ്. ഞങ്ങളൊക്കെ ഇപ്പോൾ നിയമസഭയിലില്ലെങ്കിലും ഈ മുൻ നിയമസഭാ സാമാജികരുടെ ഒരു ഫോറമുണ്ട്, എല്ലാവരും ചേരുന്ന ഒരു ഫോറമുണ്ട്. ഞാനതിൻ്റെ ചെയർമാനാണ്. ശ്രീ പന്തളം സുധാകരനാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി. ശ്രീ ശക്തൻ മുൻ സ്പീക്കർ, അദ്ദേഹം അതിൻ്റെ രക്ഷാധികാരിയാണ്. അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ട്. അവർക്കൊരു റോള് ഇതിൻ്റെ ഭാഗമായി കൊടുക്കാവുന്നതാണ് ഈ ഡിസ്കഷൻ തന്നെ. കാരണം ഈ കേരളത്തെ കേരളമാക്കി എടുക്കുന്നതിൽ നിയമസഭയും നിയമസഭാംഗങ്ങളും വഹിച്ച പങ്ക് മറ്റാർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും അവകാശപ്പെടാൻ കഴിയുമോ? പക്ഷേ ആ സ്ഥാനത്ത് നിന്ന് അവർ മാറുമ്പോൾ പിന്നെ അവരെക്കുറിച്ച് ഓർമ്മിക്കാറേയില്ല. ആരെങ്കിലും ചിലപ്പോൾ എന്താ പറയുക, വല്ല ചടങ്ങിന് വിളിച്ചാൽ ഇങ്ങനെ മുൻ എന്ന് എഴുതുന്നതല്ലാതെ, അതും അവസാനത്തെ സ്ഥാനമാണ്, എല്ലാം കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ കൊടുക്കും. അങ്ങനെയുള്ളൊരു അതൊരു വലിയ അപാകത, ഒരു പോരായ്മയായിട്ട് ഞാൻ കാണുകയാണ്. നിയമസഭയുടെ ഭാഗമായി തന്നെ മുൻ നിയമസഭാ സാമാജികരെ കണ്ടുകൊണ്ട് അവരെ കൂടി പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തനങ്ങളുമായിട്ട് നിയമസഭയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ വലിയ കാര്യങ്ങൾ. കാരണം ഈ നിയമസഭയെ സംബന്ധിച്ച് ഈ അനുഭവ സമ്പത്തുള്ളവരല്ലേ, മുഴുവൻ അനുഭവ സമ്പത്തുമുള്ള ഒരു വലിയ നിരയുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. ആ രൂപത്തിൽ ചിന്തിക്കണം എന്നാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ കേരള നിയമസഭയെ സംബന്ധിച്ച് പറയുമ്പോൾ അങ്ങേയറ്റത്തെ അഭിമാനമാണ് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അഭിമാനമെന്ന് പറഞ്ഞാൽ മാത്രം പോരെ. കേരള നിയമസഭയ്ക്ക് സമാനമായ ഒരു സഭ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഉണ്ടാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കേരള നിയമസഭ 956 57 രൂപം കൊള്ളുന്നതെങ്കിൽ നമ്മുടെ നിയമസഭയുടെ ചരിത്രം 136 വർഷത്തെ ചരിത്രമുള്ള ഒരു നിയമസഭയാണ് കേരള നിയമസഭ. ഇന്ത്യയിൽ അതിന് സമാനമായ ഒരു നിയമസഭയേ ഉള്ളൂ, മൈസൂർ നിയമസഭ. അന്നെല്ലാം നാട്ടുരാജ്യങ്ങളാണല്ലോ, ബ്രിട്ടീഷ് ഇന്ത്യയും നാട്ടുരാജ്യങ്ങളും. ആ നാട്ടുരാജ്യങ്ങളിൽ മുൻപന്തിയിൽ നിന്ന ഒരു നാടാണ് തിരുവിതാംകൂർ. 1888 രൂപം കൊണ്ടതാണ് കേരള നിയമസഭ. അന്ന് 8 അംഗങ്ങളേ ഉള്ളൂ, 8 പേരേ ഉള്ളൂ അന്ന്, കൂടുതൽ അംഗങ്ങളില്ല. അതിൽ നിന്നാണിത് ഇതിൻ്റെ തുടക്കം. 1888 ഒരു പ്രാധാന്യവും ഞാൻ പറയേണ്ട കാര്യമില്ല. അത് കേരളമില്ലെങ്കിലും കേരളീയ നവോത്ഥാനത്തിന് ശിരപാകിയത് എന്നാണ് 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി തുടങ്ങിയതാണ്. 1888 അതേ വർഷമാണ് കേരള നിയമസഭയുടെ ബീജാവാപം. അത്ര കണ്ട് ചരിത്രമുള്ള ഒരു നിയമസഭയാണ് ഈ നിയമസഭ. അതിൻ്റെ 100ാമത് വാർഷികം നടക്കുമ്പോൾ ഈ നിയമസഭയിൽ കടന്നു വന്നയാളാണ് ഞാൻ. 100ാമത് വാർഷികം എന്ന് പറയുന്നത് 1888 കഴിഞ്ഞ് 1988. ഞാൻ 87 നിയമസഭാ അംഗം ആകുന്നത്. 100ാം വാർഷികം ഇവിടെയല്ല, പഴയ മന്ദിരത്തിൽ ആഘോഷിച്ചു. അന്ന് നിയമസഭാ സ്പീക്കർ ശ്രീ വർക്കല രാധാകൃഷ്ണനായിരുന്നു.
നിയമസഭാ സ്പീക്കർ. അതിഗംഭീരമായ പരിപാടി. അതിൻ്റെ ഒരു സോവനീർ തന്നെയുണ്ട്, ഒരു ചരിത്രമാണ്. തീർച്ചയായിട്ടും അത് ഇവിടെ ലൈബ്രറിയിൽ ഉണ്ടല്ലോ. അതെല്ലാവർക്കും വീണ്ടും അത് പുനഃപ്രസിദ്ധീകരണം നടത്തേണ്ടതായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം കിട്ടാനില്ല. 100 വർഷത്തെ, അന്ന് 100 വർഷം, ഇന്ന് 136 വർഷത്തെ ചരിത്രമുള്ള നിയമസഭയാണ് ആ നിയമസഭ. ആ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാലിക പ്രാധാന്യമുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് ഡോക്ടർ എൻ കെ ജയകുമാർ ഇവിടെ സൂചിപ്പിച്ചത്. നിയമസഭ സ്പീക്കർ എന്ന് പറയുമ്പോൾ സ്പീക്കറുടെ റോള് അദ്ദേഹം പറഞ്ഞു, ശരിയാണ്. നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും സ്പീക്കറിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അക്കാര്യത്തിൽ സംശയമില്ല. ആ രൂപത്തിൽ തന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയണം. ഞാൻ നിയമസഭാ സ്പീക്കറായി വരുന്നത് 10ാം കേരള നിയമസഭയിലാണ്. അന്ന് അദ്ദേഹമുണ്ട് നിയമസഭാ സെക്രട്ടറി ആയിട്ട് ഉണ്ട്, പൂർണ്ണമായിട്ടല്ല, ഒരു കാലയളവിൽ. പിന്നെ ജസ്റ്റിസ് രാജേന്ദ്ര ബാബു സാറാണ് അന്ന് നിയമസഭാ സെക്രട്ടറി ആയിട്ടും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്പീക്കർ ആണ് സഭയെ നയിക്കേണ്ടതെന്ന് മാത്രമല്ല, അതിനെ എന്താ പറയുക, ഷേപ്പ് ചെയ്തെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടതും സ്പീക്കർ തന്നെയാണ്. ആ രൂപത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് കണ്ടുകൊണ്ട് ആ ചുമതലയേറ്റയാളാണ് ഞാൻ. ഇപ്പം നിയമസഭ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സഭ അത് തന്നെയാണ്. അതിനാണ് മുഖ്യമായ പ്രാധാന്യം. അതേ സമയത്ത് ജനകീയ പ്രശ്നങ്ങളുടെ ഒരു വേദിയായിട്ട്, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഒരു വേദിയായിട്ട് കൂടിയും നിയമസഭയെ മാറിയിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിയമസഭയിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ട്. കേരള നിയമസഭയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിന് പോലും മാതൃകയായി മാറിയ ഒരു നിയമസഭ ഏതെന്ന് ചോദിച്ചാൽ അതാണ് കേരള നിയമസഭ. അതാണ് ശ്രീ ഇ ചന്ദ്രശേഖരൻ നായർ നിയമമന്ത്രിയായിരിക്കുന്ന കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള സബ്ജക്റ്റ് കമ്മിറ്റികൾ എന്ന ഒരു പരിഷ്കാരം. അത് വളരെ റിമാർക്കബിളായിട്ടുള്ളൊരു പരിഷ്കാരമാണ്. സബ്ജക്റ്റ് കമ്മിറ്റികൾ നിയമസഭയിൽ വരുന്ന ബഡ്ജറ്റിൽ കൂടി വരുന്ന കാര്യങ്ങൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച് പാസ്സാക്കിയെടുക്കലല്ല, അല്ലെങ്കിൽ നിയമനിർമ്മാണങ്ങൾ നേരിട്ട് നിയമസഭയിൽ വന്ന് ചർച്ച ചെയ്ത് പാസ്സാക്കിയെടുക്കലല്ല, എല്ലാം പരിശോധനാ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് സബ്ജക്റ്റ് കമ്മിറ്റികൾ ഉണ്ടാക്കിയത്. അത് കേരള നിയമസഭയിലാണ്. അതിനുശേഷമാണ് ഇന്ത്യൻ പാർലമെൻറ്റ് സബ്ജക്റ്റ് കമ്മിറ്റികൾ എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിന് പോലും മാതൃകയായി മാറിയിട്ടുള്ളതാണ് കേരള നിയമസഭ. ഞാൻ 10ാം കേരള നിയമസഭയുടെ സ്പീക്കറായി വരുമ്പോൾ ഈ സബ്ജക്റ്റ് കമ്മിറ്റികളെ സംബന്ധിച്ച് പഠിക്കാനൊരു കമ്മിറ്റിയെ നിയോഗിച്ചു. ഡോക്ടർ ജയകുമാർ ഓർക്കുന്നുണ്ട്. അദ്ദേഹം അതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം നിയമസഭയുടെ ഭാഗമാണ്, സ്പീക്കറെ പോലെ തന്നെ അതിൽ റോള് വഹിച്ച ആളാണ്. സബ്ജക്റ്റ് കമ്മിറ്റികളെ, നിലവിലുള്ള കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് വലിയ മാറ്റം കൊണ്ടുവന്നു. വലിയ മാറ്റമെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ നിയമസഭയോടുള്ള അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തുന്ന രൂപത്തിൽ, ബഡ്ജറ്റിൻ്റെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളിൽ നിയമനിർമ്മാണത്തിലായാലും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന് അത് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിയമസഭയെ സംബന്ധിച്ചും, അതുമാത്രമല്ല നിയമസഭയിൽ അക്കാലത്ത് എനിക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയും, ആ ഒരു 10ാം കേരള നിയമസഭയെന്ന് പറഞ്ഞാൽ ഒരു ചരിത്ര കാലഘട്ടം കൂടിയാണ്. കേരള നിയമസഭയുടെ ഒരു ചരിത്ര കാലഘട്ടം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. 96-2001 2 നൂറ്റാണ്ടുകൾ, 96-2001 ഒരു മിലേനിയം, അതിന് 1000 വർഷം കഴിഞ്ഞാലേ വരുള്ളൂ. ഒരു ചരിത്ര കാലഘട്ടമായിരുന്നു ആ 10ാം കേരള നിയമസഭ. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികം ആഘോഷിച്ചു 10ാം കേരള നിയമസഭ. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ
വേറെ ആരുമല്ല, ശ്രീ KR നാരായണൻ, നമ്മുടെ അഭിമാനം. അദ്ദേഹത്തിൻ്റെ ഇത് ശ്രീരാമകൃഷ്ണൻ നിങ്ങൾ കാലത്തല്ലേ ഇവിടെ സ്ഥാപിച്ചത് പ്രതിമ. അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി വന്നപ്പോൾ ആ കാലയളവിലാണ് ഞങ്ങൾ ഇവിടെ 10ാം കേരള നിയമസഭ. അദ്ദേഹത്തെ ദില്ലിയിൽ പോയി കണ്ട് അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരു ഭംഗിവാക്ക് എന്ന നിലയിലാണ് വാസ്തവത്തിൽ അദ്ദേഹത്തെ കേരള നിയമസഭയിലേക്ക് ക്ഷണിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? പ്രോട്ടോക്കോൾ അനുസരിച്ച് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി, ഇന്ത്യൻ യൂണിയൻ പ്രസിഡൻറ്റ് പാർലമെൻറ്റിൽ മാത്രമാണ് അഭിസംബോധന ചെയ്യേണ്ടത്. പാർലമെൻറ്റിൻ്റെ സംയുക്ത യോഗമുണ്ട് സെൻട്രൽ ഹാളിൽ ചേരുന്ന, ആ യോഗത്തിൽ മാത്രമേ പങ്കെടുക്കാവൂ, ഒരു നിയമസഭയിലും പൊക്കൂടാ. ഞങ്ങളവിടെ പോയി അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ തന്നെ അദ്ദേഹത്തോട് ഒരു ഭംഗിവാക്ക് എന്ന നിലയിലാണ് പറഞ്ഞത്, അങ്ങ് കേരള നിയമസഭയിലൊന്ന് വരുമോ എന്നൊരു ലോഹ്യം. പക്ഷേ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം ഒന്നും ആലോചിക്കാതെ കണ്ട് ഒന്നും ഇങ്ങനെ കുറച്ചു നേരം ഇരുന്ന്, അപ്പോൾ എനിക്ക് ചിരിച്ചു കളയും എന്നാണ് കരുതിയത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരാം. അപ്പോൾ കൂടെ രാഷ്ട്രപതിയുടെ പ്രസ് സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറിമാരെ, ഉദ്യോഗസ്ഥർ എല്ലാവരും നിൽപ്പുണ്ട്. അവരൊക്കെ അതിശയിച്ചു പോയി. അയ്യോ, അടുത്ത ദിവസത്തെ വലിയ വാർത്തയും വന്നു, ഒരു ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് ഒരു നിയമസഭയിൽ പോകുന്നു. അദ്ദേഹം ആ വാക്ക് പാലിച്ചുകൊണ്ട് നിയമസഭയിൽ, ഇവിടെയല്ല, ഇത് അവിടെയാണ്, സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പഴയ നിയമസഭാ മന്ദിരത്തിൽ വന്ന് അദ്ദേഹം സഭാംഗങ്ങളെ അഭിസംബോധന ചെയ്തു. ഇതൊക്കെ ചരിത്രമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉള്ള ഒരു അവസരമായിട്ടൊരു ചരിത്ര കാലഘട്ടമായിട്ട് അത് മാറി എന്നത് അതിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. നിയമസഭാ നടപടികളെ സംബന്ധിച്ചൊക്കെ ഞാൻ വളരെ വിശദമായിട്ടൊന്നും പറയുന്നില്ല, അതിനുള്ളൊരു സമയവും സന്ദർഭവും അല്ല എന്നെനിക്കറിയാം. പക്ഷേ ഒരു നിയമസഭാ സ്പീക്കർ എന്ന നിലയിൽ അതിനോട് നീതി പുലർത്തിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ. രാഷ്ട്രീയത്തിലുള്ളവരായിരിക്കും വരിക, അല്ലെങ്കിൽ തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് പോകും, അതൊക്കെ ആ സമയത്ത്. നിയമസഭാ സ്പീക്കർ എന്ന് പറഞ്ഞാൽ നിയമസഭാ സ്പീക്കർ തന്നെ ആയിരിക്കണം. അക്കാര്യത്തിൽ എന്നെ സംബന്ധിച്ചൊരു വിട്ടുവീഴ്ചയുമില്ല. ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചു. വിജയിച്ചോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. ഞാൻ നിയമസഭാ സ്പീക്കറായി വരുന്ന ആദ്യത്തെ സെഷനിൽ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് പ്രതിപക്ഷ നേതാവ് നിങ്ങൾക്കറിയും, ശ്രീ AK ആൻ്റണിയാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി ശ്രീ EK നയനാരാണ്. ആദ്യത്തെ സെഷനിൽ സഭാ നടപടികളും ശൂന്യവേളയും എല്ലാം കഴിഞ്ഞ് നോർമലായി സഭ ചേരുന്ന സമയത്ത് ഒരു വിഷയം ഉണ്ടാവുകയും അതിന്മേൽ ഒരു വാക്കൗട്ട്, അതെപ്പോഴും ആകാമല്ലോ, അതെപ്പോഴും ചെയ്യുന്നുണ്ട്, വാക്കൗട്ടാകാം. പക്ഷേ അന്ന് ഉണ്ടായത് ആ വാക്കൗട്ട് സഭാ നേതാവോ അല്ല പ്രതിപക്ഷ നേതാവോ ആരെങ്കിലും ഒരാൾ വാക്കൗട്ട് പറഞ്ഞു പോകുന്നതിന് പകരം അടിയന്തര പ്രമേയം, റൂൾ 50 അനുസരിച്ച് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് വാക്കൗട്ട് ചെയ്യുന്ന ഒരു നടപടിക്രമമുണ്ട്. പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും എല്ലാം സംസാരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകും, അറിയാമല്ലോ അങ്ങേക്ക്. അതാണ് റൂൾ 50. ആ അവകാശം വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഇവിടുത്തെ കീഴ്വഴക്കമല്ല. നിങ്ങൾക്ക് വാക്കൗട്ട് ചെയ്യാം, അതിനുള്ള കാര്യകാരണം സഹിതം അവിടെ പറഞ്ഞുകൊണ്ട് വാക്കൗട്ട് ചെയ്യാമെന്നുള്ളതല്ലാതെ മറ്റത് അനുവദിക്കാൻ പറ്റില്ല. ഏത് റൂൾ 50യുടെ അത് ആ സമയത്ത് മാത്രമേ, ആ ശൂന്യവേളയിൽ മാത്രമേ അനുവദിക്കാൻ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ ഒരു രക്ഷയില്ല. ഭയങ്കരമായ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടായി. സഭ നിർത്തിവെച്ചു. ആദ്യത്തെ അനുഭവമാണ്. ഞാൻ കയറി ദിവസങ്ങളായിട്ടില്ല. ഞാനിരുന്ന് കുറച്ചു നേരം ചെയറിലിരുന്ന് ആലോചിച്ചുകൊണ്ട്, എന്താ എനിക്ക് തെറ്റ് പറ്റിയോ, ഇതെന്താണ് ഇതിനുള്ള പ്രതിവിധി എന്ന് ആലോചിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്തു. സഭയിൽ തന്നെ അപൂർവമായിട്ടാണ് നിയമസഭാ സ്പീക്കറുടെ റൂളിംഗ്. അത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറം വേറൊന്നുമില്ല, റൂളിംഗ് ഫൈനലാണ്. ഞാൻ നടത്തിയ റൂളിംഗ് ഞാൻ തന്നെ പിൻവലിച്ചു. റൂളിങ്ങിൽ നിന്ന് ഞാൻ പിന്മാറി. സ്പീക്കർ ആ സമയത്ത് തന്നെ പിന്മാറിയിട്ട്
എല്ലാവരെയും വാക്കൗട്ട് ചെയ്തു പോയവരെയൊക്കെ, വാക്കൗട്ടല്ല, നടുത്തുള്ളത്തിലിറങ്ങി, സഭ നിർത്തിവെച്ചിരിക്കുകയല്ലേ, എല്ലാവരെയും വിളിച്ച് വീണ്ടും സഭ ചേർന്നുകൊണ്ട് സഭ മുന്നോട്ട് പോയി. പക്ഷേ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ വീണ്ടും ഒരു റൂളിംഗ് നടത്തി. വീണ്ടും നടത്തിയ റൂളിംഗ് അത് വളരെ ഒരു പ്രത്യേകതയുള്ള റൂളിംഗാണ്. റൂളിംഗ് നടത്തിയത് ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം നടത്തിയ റൂളിംഗ് ഇപ്പോൾ വീണ്ടും നിലനിൽക്കുകയാണ്. എന്തുകൊണ്ട്? അതാണ് ശരിയായ നിലപാട്. പക്ഷേ എനിക്ക് പിൻവലിക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല. ഞാൻ അതിനൊരു വിശദീകരണം കൊടുത്തു. റൂളിംഗ് നൽകുന്നതിലല്ല കാര്യം, അത് ബോധ്യപ്പെടുത്താൻ കൂടെ കഴിയണം. റൂളിംഗ് ശരിയാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയണ്ടേ? സ്പീക്കറാണെങ്കിൽ പോലും സ്പീക്കറുടെ റൂളിംഗ് അത് കല്ലേ പിളർക്കുന്ന കൽപ്പന അങ്ങനെയൊന്നുമല്ല. അതുകൊണ്ട് സ്പീക്കർ റൂളിംഗ് കൊടുത്താൽ പോലും ആ റൂളിംഗ് ശരിയാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള അവകാശം കൂടിയുണ്ട്, കഴിയണം സ്പീക്കർക്ക്, എന്നാലേ സ്പീക്കറാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ക്ലോസ് ചെയ്തു. എൻ്റെ ഒരു ചെറിയ അനുഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ രൂപത്തിൽ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകാൻ, ചിട്ടപ്പെടുത്താൻ ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്തിയതിൻ്റെ അനുഭവങ്ങൾ ഉണ്ട്, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ അനുഭവങ്ങളുണ്ട്. ഞാൻ നേരത്തെ 10ാം കേരള നിയമസഭയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ 10ാം കേരള നിയമസഭയാണ് ഈ മന്ദിരമുണ്ടാക്കിയത് എന്ന കാര്യം കൂടി പറയട്ടെ. 10ാം കേരള നിയമസഭ സമ്മേളിച്ചത്, തുടങ്ങിയത് പഴയ നിയമസഭാ മന്ദിരത്തിലാണ്. അവിടെ നിന്ന് പുതിയ മന്ദിരത്തിലേക്ക് വന്നത് 10ാം കേരള നിയമസഭയാണ്. 10ാം കേരള നിയമസഭയാണ് പഴയ മന്ദിരത്തിലെ അവസാനത്തെ നിയമസഭ. അതുകൊണ്ട് അവിടെ തന്നെ അതിനെ ഒരു ചരിത്ര സ്മാരകമാക്കി മാറ്റി. അന്ന് അവിടെ ചെയറിലുണ്ടായിരുന്നവരുടെ പേരുകളെല്ലാം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. സഭാ നേതാവ് EK നയനാരും പ്രതിപക്ഷ നേതാവ് ശ്രീ AK ആൻ്റണിയും ഒക്കെ അവരുടെ എല്ലാവരുടെയും പേര് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനെ ഒരു ചരിത്ര സ്മാരകമാക്കി ഇന്ത്യൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണകാന്ത് നാടിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഈ മന്ദിരത്തിലേക്ക് വന്നു. ഇതിൻ്റെ ആദ്യത്തെ സഭയും 10ാം കേരള നിയമസഭയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാറുണ്ട്, ഞാൻ സമയം കൂടുതൽ അപഹരിക്കുന്നില്ല, ശരിയല്ല എന്നതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഏതായാലും ഇങ്ങനൊരു വേദി ഉണ്ടാക്കിയതിന് കേരള നിയമസഭയോടുള്ള നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നമസ്കാരം. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നത്. ഇവിടെ എൻ്റെ വലതുവശത്തിരിക്കുന്ന മറ്റ് 2 മുൻ സ്പീക്കർമാരെ പോലെ ഒരു നിയമസഭയുടെ കാലാവധി മുഴുവൻ സ്പീക്കറായി വരാൻ അവസരം കിട്ടിയ ആളല്ല ഞാൻ. 13ാം കേരള നിയമസഭയുടെ അവസാനമാണ് ഞാൻ നിയമസഭാ സ്പീക്കറാകുന്നത്. ഞാൻ നിയമസഭാ സ്പീക്കറാകുമ്പോൾ ഉള്ള അന്നത്തെ സാഹചര്യം എല്ലാവർക്കും അറിയാം, ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. പക്ഷേ അതുവരെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. ഞാൻ ഡെപ്യൂട്ടി സ്പീക്കർ മാത്രമല്ല, ഞാൻ പ്രോട്ടം സ്പീക്കറായിരുന്നു. അതിനുശേഷം ഞാൻ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു, പിന്നെ സ്പീക്കറായിരുന്നു. ഫലത്തിൽ ഒരു നിയമസഭയുടെ കാലാവധി മുഴുവനും ഞാൻ ചെയറിലുണ്ടായിരുന്നു. ഏതാണ്ട് സ്പീക്കർ അല്ലെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുണ്ടായിരുന്നു. അതിനു മുൻപ് പ്രോട്ടം സ്പീക്കർ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ കേരളത്തിൽ എന്തായാലും ഇതുവരെ ആരും പ്രോട്ടം സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും സ്പീക്കറുമായിരുന്ന ആളില്ല. ഇന്ത്യയിൽ ഞാൻ അന്വേഷിച്ചിടത്തോളം ഇന്ത്യയിലും ഒരു നിയമസഭയിലും അങ്ങനെ ഒരാളില്ല. അത് ഞാൻ മാത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഞാൻ സ്പീക്കറായി തിരഞ്ഞെടുത്തു വരുന്ന ആ ദിവസമുണ്ടായ സംഭവം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഞാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല, എൻ്റെ ഏതെങ്കിലും റൂളിങ്ങിൻ്റെ ഭാഗമായി ഉണ്ടായ വിഷയവുമല്ല. ഗവൺമെൻറ്റും പ്രതിപക്ഷവും തമ്മിൽ അന്നുണ്ടായിരുന്ന ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്പീക്കറായി വന്നതിന് ശേഷം ഒരു ദൗർഭാഗ്യകരമായ ദിവസമാണ് സ്പീക്കറായി തിരഞ്ഞെടുത്തതിൻ്റെ മണിക്കൂർ കഴിഞ്ഞപ്പോൾ നിയമസഭ പിരിഞ്ഞത് മുതൽ ഇവിടെ ഉണ്ടായ സംഭവം. എന്തായാലും അത്തരത്തിലുള്ള ഒരു സംഭവം കേരള നിയമസഭയിൽ ഇനി ഒരിക്കലും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരു നിയമസഭാ സ്പീക്കർ എന്ന നിലയിൽ ചുരുങ്ങിയ കാലമാണെങ്കിലും
കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറും പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദനുമാണ്. പക്ഷേ ഉപനേതാവ് എന്ന നിലയിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അന്ന് നിയമസഭയിൽ ഉപനേതാവായി ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. നിയമസഭയിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു നിയമസഭയുടെ കാലാവധി അവസാനിക്കാറാകുമ്പോൾ ആര് പ്രതിപക്ഷത്തിരുന്നാലും കുറേ അധികം പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകും. അത് ആ നിയമസഭയുടെ കാലാവധിയിലും അവസാനമുണ്ടായി. അന്ന് സ്പീക്കറായിരിക്കാൻ അവസരം കിട്ടിയത് എനിക്കാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സ്പീക്കർ എന്ന നിലയിൽ 1-2 കാര്യങ്ങൾ എടുത്ത് പറയേണ്ട ഉണ്ട്. ഒന്ന്, നമ്മുടെ കേരള നിയമസഭ ആദ്യമായി കൂടുന്നത്, അതായത് 1-ാം നിയമസഭയുടെ 1-ാമത്തെ സമ്മേളനം 1957 ഏപ്രിൽ 27-ാം തീയതിയാണ്. ആ ദിവസം നിയമസഭാ ദിനമായി ആചരിക്കണം എന്നൊരു തീരുമാനം ഞാൻ സ്പീക്കറായിരുന്നപ്പോൾ എടുത്തു. അതുമുതൽ എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിക്കുന്നു. എനിക്കത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്, നമ്മുടെ ഈ മെമ്പേഴ്സ് ലോഞ്ച് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഞാൻ സ്പീക്കറായിരിക്കുമ്പോഴാണ് ഈ നിയമസഭയുടെ ആദ്യ സ്പീക്കറായ ശങ്കരനാരായണൻ തമ്പി സാറിൻ്റെ പേരിടണമെന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് പേര് മാറ്റി ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ച് എന്നാക്കി മാറ്റുന്നത് അതാണ്. ആദ്യ നിയമസഭയുടെ ആദ്യ സ്പീക്കറുടെ പേര് എന്നും എല്ലാവരും അറിയട്ടെ എന്നുള്ള സതുദ്ദേശത്തോടു കൂടി ഞാൻ ചെയ്ത കാര്യമാണ്. ഇന്ന് മാറിയിട്ട് ഇത്രയും വർഷമാകുമ്പോഴും എനിക്ക് ഓർമ്മിക്കുമ്പോൾ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. അടുത്തൊരു കാര്യം ചെയ്തത്, ഏറ്റവും നല്ല മാധ്യമ റിപ്പോർട്ടർക്ക്, നിയമസഭ റിപ്പോർട്ടിംഗ് നടത്തുന്ന മാധ്യമ പ്രവർത്തകന് ഏറ്റവും നല്ല ഒരു അവാർഡ് കൊടുക്കണം എന്ന് തീരുമാനിച്ചു. അതനുസരിച്ചൊരു മാധ്യമ അവാർഡ് ഏർപ്പെടുത്തി. ആ അവാർഡിന് എനിക്ക് തൊട്ടു മുൻപ് സ്പീക്കറായിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയ ശ്രീ G. കാർത്തികേയൻ്റെ പേര് ഇട്ടു. അങ്ങനെ G. കാർത്തികേയൻ്റെ പേരിലുള്ള ഒരു മാധ്യമ അവാർഡ് ഏർപ്പെടുത്തി. ഇന്നും അത് അതേപടി നിലനിൽക്കുന്നു. പിന്നൊരു കാര്യം ചെയ്തത്, സീനിയറായിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് പാസ്സെടുത്താൽ മാത്രമേ ഈ അസംബ്ലിയിൽ കയറാൻ പറ്റൂ. അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് അവർക്ക് സ്ഥിരം പാസ് കൊടുത്തു. 25 വർഷത്തിൽ കൂടുതൽ നിയമസഭാ റിപ്പോർട്ടിംഗ് നടത്തി പരിചയമുള്ള സീനിയറായിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേക പാസ്സില്ലാതെ നിയമസഭയിൽ വരുന്നതിന് അവർക്ക് സ്ഥിരം പാസ് കൊടുത്തത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നത്തെ പല കാര്യങ്ങളും കാണുമ്പോൾ പല പ്രശ്നങ്ങളും നിയമസഭയിൽ ചർച്ച ചെയ്യാൻ പറ്റാതെ പോകുന്നു എന്നുള്ളത് വേദന ഉണ്ടാക്കുന്ന സംഭവമാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത് MLA-മാരെ അയച്ച് നിയമസഭയിൽ വന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ കാര്യമായി നിയമസഭയിൽ അവതരിപ്പിക്കാൻ MLA-മാർക്ക്, അത് ഭരണകക്ഷിയിലുള്ളവർക്കും പ്രതിപക്ഷത്തുള്ളവർക്കും, അതിനവസരം കിട്ടാതെ പോകുന്നത് ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ 2 മുൻ സ്പീക്കർമാരുടെ മുമ്പിലും എല്ലാവരുടെയും മുമ്പിൽ വയ്ക്കുന്നത്, ഇന്ന് MLA-മാർക്ക് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട്. നമ്മൾ 2010 തോന്നുന്നു അങ്ങനെ ഒരു പെരുമാറ്റച്ചട്ടം രൂപീകരിച്ച് അത് കൊണ്ടുവന്നു. ഓർമ്മയുണ്ടോ? ഇല്ല, പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ നിയമസഭാ സമ്മേളനത്തിന് ബാധകമാകുന്നില്ല. അതിൻ്റെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട നിയമങ്ങൾ പോലും ചർച്ച ചെയ്യപ്പെടാതെ നിയമമായി മാറുകയാണ്. ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം നമ്മുടെ മന്ത്രിമാരുടെ ഡിമാൻഡ്സ്
നിയമസഭയിൽ ചർച്ച ചെയ്യാതെ പാസ്സാക്കി വിടുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. MLA-മാർക്ക് നിയോജകമണ്ഡലങ്ങളിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ശ്രദ്ധ ക്ഷണിക്കലിലൂടെയും അതുപോലെ സബ്മിഷനിലൂടെയും അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്നതാണ്. അതും പലപ്പോഴും കിട്ടാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായമെന്ന് പറയുന്നത്, നിയമസഭ പ്രതീകാത്മകമായി വാക്കൗട്ട് നടത്താം, അതിലും അപ്പുറമുണ്ടെങ്കിൽ നിയമസഭ ബഹിഷ്കരിച്ചു പോകാം. പക്ഷേ നിയമസഭാ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല. അതിനൊരു പരിഹാരം ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടണം, ചർച്ച ചെയ്യാനുള്ള അവസരം കിട്ടണം. ഏതെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിൽ ആ അവസരം നിഷേധിച്ചു പോകുന്ന ശരിയല്ല. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം, കേരളത്തിൽ ആരും സ്ഥിരമായി പ്രതിപക്ഷത്തിരിക്കുന്നില്ല, ആരും സ്ഥിരമായി ഭരണകക്ഷിയുമായിരിക്കുന്നില്ല. ഇവിടെ എല്ലാവരും മാറി മാറി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക പെരുമാറ്റച്ചട്ടം കൂടി കൊണ്ടുവരികയും നിയമസഭ തടസ്സപ്പെടാത്ത രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്താം, പലതരത്തിലുമാകാം. അടിയന്തര പ്രമേയം അവതരിപ്പിക്കാം, പിന്നെ നമുക്ക് വാക്കൗട്ട് നടത്താം, അതിലും അപ്പുറമാണെങ്കിൽ ബഹിഷ്കരിക്കാം. പക്ഷേ സഭാ സമ്മേളനം നടക്കണം. അത്തരത്തിലുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു. ആലോചിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഞാൻ സ്പീക്കറായി തിരഞ്ഞെടുത്തതിന് ശേഷമുണ്ടായ ആദ്യ ദിവസങ്ങളിലുണ്ടായ സംഭവം ഇനി നമ്മുടെ നിയമസഭയുടെ ചരിത്രത്തിൽ ഒരിക്കലും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാനിവിടെ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്. ഞാൻ 2001 ആദ്യമായി MLA ആയി വരുന്നത്. ഞാൻ 1982 MLA ആയി വന്ന ആളാണ്. നമ്മുടെ പഴയ നിയമസഭാ ഹാളിൽ MLA ആയിരുന്നു. MLA ആയി വന്നു. 82 മുതൽ 87 വരെ ഞാൻ MLA ആയിരുന്നു. ഇവിടെ പറഞ്ഞപ്പോൾ അത് വിട്ടുപോയി. ഈ നിയമസഭയിൽ അതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും MLA ആയിരിക്കാൻ അവസരമുണ്ടായ ആളാണ്. എനിക്കതുകൊണ്ട് സ്പീക്കറായി വന്നപ്പോൾ നിയമസഭാ നടപടികളെക്കുറിച്ച് ഒരു നല്ല നിശ്ചയമുണ്ടായിരുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് 1982 ഞാൻ നിയമസഭയിൽ വരുമ്പോൾ അന്നത്തെ നിയമസഭാ സ്പീക്കർ ശ്രീ വക്കം പുരുഷോത്തമനാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ അദ്ദേഹത്തെപ്പറ്റി അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റാണ്. പലതുമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ 1982 തന്നെ എനിക്ക് അവസരം കിട്ടിയെന്നുള്ളത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു കാര്യം, ഈ ഒരുപാട് ക്ലോസുകളുള്ള ബില്ല് പാസ്സാക്കുന്നതാണ് ഏറ്റവും ഒരു സ്പീക്കർക്ക് പ്രധാന ബുദ്ധിമുട്ട് വരുന്ന കാര്യം. അത് സാധാരണ സ്പീക്കർമാർ മാത്രമേ അത് ചെയ്യാറുള്ളൂ. ഡെപ്യൂട്ടി സ്പീക്കർക്ക് ഒരിക്കലും അതിനുള്ള അവസരം കിട്ടാറില്ല. ഡെപ്യൂട്ടി സ്പീക്കർക്ക് അതിനുള്ള പരിചയവും സാധാരണ ഉണ്ടാവുകയില്ല. ഞാൻ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നപ്പോൾ വളരെ അപ്രതീക്ഷിതമായി എനിക്ക് അങ്ങനെ അന്നത്തെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ജി കാർത്തികേയന് അസുഖമുണ്ടായിരുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ല് ഏതാണ്ട് 3-4 മണിക്കൂർ എടുത്ത് പാസ്സാക്കേണ്ടി വരുന്ന ഒരു വലിയ ബില്ല് അപ്രതീക്ഷിതമായി എനിക്ക് പാസ്സാക്കേണ്ടി വന്നു. ശ്രീ ജി കെക്ക് പെട്ടെന്ന് അസുഖം വരികയും അദ്ദേഹത്തിന് ചെയറിൽ വരാൻ പറ്റാതെ ആകുകയും ചെയ്തു. എന്നോട് ചെയറിൽ കയറണമെന്ന് അന്നത്തെ സ്പീക്കർ ആവശ്യപ്പെട്ടു. സാധാരണഗതിയിലാണെങ്കിൽ ഇങ്ങനെ ഒരു നിർണായകമായ ഘട്ടം വന്നു പോയാൽ ആരും ഒന്ന് പതറിപ്പോവും. കാരണം മുൻ പരിചയമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഞാൻ എടുത്തു പറഞ്ഞത് 1982 ശ്രീ വക്കം പുരുഷോത്തമൻ സ്പീക്കറായിരുന്ന സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് അല്പം പോലും പതർച്ചയില്ലാതെ തെറ്റുപറ്റാതെ ഏതാണ്ട് 2.5 മണിക്കൂർ എടുത്ത് ആ വലിയ ബില്ല് പാസ്സാക്കിയത് ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു. നിയമസഭാ സമ്മേളനം തീർന്ന് ഞാൻ ചേംബറിൽ മുറിയിലേക്ക് പോയപ്പോൾ ആദ്യം മുഖ്യമന്ത്രി വന്നു, എന്നെ അഭിനന്ദിച്ചു, സമ്മതിച്ചിരിക്കുന്നുവെന്ന്. രണ്ടാമത് മാണി സാറിൻ്റെ മുറിയിൽ വന്നു, അദ്ദേഹവും എന്നെ അഭിനന്ദിച്ചു. ആര്യാടൻ മുഹമ്മദും വന്നു എന്നെ അഭിനന്ദിച്ചു. ഞാൻ സ്തംഭിച്ചു പോയത് ശ്രീ കോടിയേരി ബാലകൃഷ്ണനും
അപ്പോൾ എൻ്റെ മുറിയിൽ വന്ന് എനിക്ക് കൈ തന്നിട്ട് ഇതെങ്ങനെ വരും എന്ന് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് മെയ് വഴക്കത്തോടുകൂടി നല്ല എക്സ്പീരിയൻസോടു കൂടിയാണല്ലോ ഇന്ന് നിയമസഭയിൽ ഈ ബില്ല് പാസ്സാക്കുന്നതിനെടുത്തത് എന്ന്. അപ്പോൾ സീനിയർ ആളുകളുടെ ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തുമുള്ളവരുടെ അഭിനന്ദനം കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്നിട്ട് അന്ന് ഒരു കമൻ്റ് കൂടി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, അത് ഞാനിവിടെ പറയുന്നില്ല, ഇപ്പോൾ പ്രസക്തമല്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഈ നല്ല ദിവസത്തിൽ ഞങ്ങൾ ചുരുക്കം പേരാണ് ഇവിടെ ഉള്ളത്. പ്രധാനപ്പെട്ട മുൻ സ്പീക്കർമാരുണ്ട്, അവർ വന്നിട്ടില്ല. എന്തായാലും ഞങ്ങളെ വിളിക്കുന്നതിനും ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടത്തുന്നതിനും പുതിയ സ്പീക്കർ തയ്യാറായതിലുള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു. ഞാൻ നടത്തുന്നു. നിയമസഭാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ഗൗരവമുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു പ്രസംഗമാണ് ശ്രീ ശക്തൻ ഇവിടെ നടത്തിയത്. എന്ന് മാത്രമല്ല, അദ്ദേഹം മുന്നോട്ട് വച്ചൊരു പ്രധാന നിർദ്ദേശം നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ്. എന്ത് കാരണവശാലും നിയമസഭയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ പാടില്ല. അക്കാര്യത്തിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒരു യോജിപ്പിലെത്തണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. ഇപ്പോൾ നിയമസഭാ പ്രവർത്തനങ്ങളും പാർലമെൻറ്റ് പ്രവർത്തനങ്ങളൊക്കെ തടസ്സപ്പെടുക എന്നുള്ളത് സാധാരണ സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈ നടപടികളുടെ ഗൗരവം കുറഞ്ഞു വരികയാണ്. നിയമനിർമ്മാണത്തിന് കൊടുക്കുന്ന പ്രാധാന്യം നിരന്തരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ആശങ്കാകുലരാക്കുന്ന ഡെവലപ്മെൻറ്റ്സാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. നന്ദി ശ്രീ ശക്തൻ. അടുത്തായിട്ട് ശ്രീ രാമകൃഷ്ണൻ. വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ സ്പീക്കറാവുന്നത്. ശ്രീ ശക്തൻ സൂചിപ്പിച്ചതുപോലെ യാതൊരു മുൻപരിചയവും മുൻവിധികളും ഇല്ലാതെ സ്പീക്കറായിട്ടാണ് ഞാൻ. ആ തീരുമാനം വന്ന സമയത്ത് മുഖ്യമന്ത്രിയോട് ഞാൻ സംസാരിച്ചു. എന്തായിരുന്നു അത്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ എല്ലാവരെയും കൂട്ടിവയ്പ്പിക്കാൻ കഴിയുന്ന ആളാണ് എനിക്ക്, നീ ആവുന്നതായിരിക്കണം, നിങ്ങളാവുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ചുമതല തന്നത്. നിങ്ങൾക്ക് കോമൺ സെൻസിന് നടത്തിക്കൊണ്ടാൻ പറ്റുന്നതാണ്. കാരണം ഭരണഘടനാ വിദഗ്ധനല്ല, നിയമവ്യവസ്ഥയുടെ കാര്യങ്ങൾ പൂർണ്ണമായി പഠിച്ചിട്ടില്ല, അതിന് മുമ്പ് MLA ശ്രദ്ധിച്ചിട്ടുമില്ല. എങ്കിലും കോമൺ സെൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ ആത്മവിശ്വാസമാണ് ഞാനത് ഏറ്റെടുത്ത ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യം, when I was in Israel, I was a Christian. Now I am in Egypt. I am Muslim. എപ്പോഴും ബോണപ്പാർട്ടിൻ്റെ പ്രസിദ്ധമായൊരു വാചകം കടവടത്തിട്ട് വന്നത്. വാചകം പിന്നീട് ഇക്ബാൽ എന്ന് പറയുന്ന ഉറുദു കവിയും പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ അഡാപ്റ്റബിലിറ്റിയെ, മനുഷ്യരുടെ അഡാപ്റ്റബിലിറ്റി ശേഷി, ആകിരണ ശേഷിയെ സ്ട്രാറ്റജിക് തിങ്കിങ്ങിന് നന്നായി വെളിപ്പെടുത്താൻ ഉപയോഗിക്കുന്നൊരു ഫ്രേസാണത്. പക്ഷെ അങ്ങനെ ആവാൻ പറ്റുമോ ചോദിച്ചാൽ പൂർണ്ണമായി പറ്റില്ല എന്നാണ് എൻ്റെ അനുഭവം. ഞാൻ ഇസ്രായേലിലൊപ്പം ക്രിസ്ത്യനും ഈജിപ്തിലൊപ്പം മുസ്ലിമും എന്ന് ഉദ്ദേശിച്ചത് പ്രതിപക്ഷത്തിൻ്റെ അവസരങ്ങൾക്ക് നിഷേധിക്കാൻ കൂട്ടുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ പൂർണ്ണമായ വാക്ക് പാലിക്കാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പറ്റുകയുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഭരണപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം, ഗവൺമെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതോടൊപ്പം പ്രതിപക്ഷത്തിൻ്റെ കൂട്ട് നിൽക്കുന്ന ആളായിട്ട് കാണുകയും വേണം. രണ്ടും കൂടി കൊണ്ടുവന്ന് എളുപ്പമല്ല. ഞാൻ കളി പോലെ തന്നെയുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ധാരാളം ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. ഞാൻ സ്പീക്കറായ പ്രധാനപ്പെട്ട കാര്യം ടെക്നോളജിയുമായിട്ട് നമ്മുടെ നിയമസഭയെ ബന്ധിപ്പിക്കുക എന്നതാണ്. സാങ്കേതിക വിദ്യയുടെ പുതിയ കാലത്തെ സാധ്യത പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. ഈ നിയമസഭ സഭ TV, OTT പ്ലാറ്റ്ഫോം തുടങ്ങിയ ആശയങ്ങളെല്ലാം കൊണ്ടുവന്നു. OTT പ്ലാറ്റ്ഫോമിൻ്റെ ഗുണം നിയമസഭയുടെ പ്രസംഗം നടത്തിയാൽ ഏത് കാലത്തും എവിടെയും ലോകത്തെവിടെയും അത് കാണാൻ കഴിയുന്നതാണ്. OTT പ്ലാറ്റ്ഫോമിൻ്റെയും സഭ TVയുടെയും ഡിജിറ്റലൈസേഷൻ്റെയും ഒക്കെ തുറക്കം കുറിക്കാൻ കഴിയുന്ന അഭിമാനം എനിക്കുണ്ട്. അതുപോലെ തന്നെ ഈ ഹാള് ലോകകേരള സഭയ്ക്ക് വേണ്ടി കൂടാൻ വേണ്ടി ഉണ്ടാക്കിയ ഹാളാണ്. കടുത്ത വിമർശനങ്ങൾ അതിന് വേണ്ടി ഏൽക്കേണ്ടി വന്നു. എനിക്ക് ഒരല്പം തെറ്റുപറ്റി എനിക്ക് പറയുന്നത് ഇപ്പോൾ ബുദ്ധിമുട്ടില്ല. നല്ല ഉദ്ദേശത്തോടു കൂടി എല്ലാവരെയും കൂട്ടിവയ്പ്പിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് എനിക്ക് പോകേണ്ടായിരുന്നു. പക്ഷേ പ്രതിപക്ഷത്തിന് മുഴുവൻ ഡീറ്റെയിൽസും കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ആക്ഷേപം പിന്നെ ഉയർന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നി. അത് തിരുത്തുകയും ചെയ്തു. അപ്പോൾ ഇത്തരം പല അനുഭവങ്ങളുമുണ്ട്.
അനുഭവങ്ങളെന്ന് പറയുമ്പോൾ ഭരണപക്ഷത്തിൻ്റെ താല്പര്യത്തോട് ചേർന്ന് നിൽക്കുകയും പ്രതിപക്ഷത്തിൻ്റെ ആശങ്കകളെ നമുക്ക് കൂടി കൊണ്ടെന്ന് തോന്നുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് കിഫ്ബി. കിഫ്ബിയെ സംബന്ധിച്ച് പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് നിരന്തരമായിട്ട് ഉന്നയിച്ചു. നിയമസഭ ബാഹ്യമായിട്ട് സാമ്പത്തിക കൺസോർഷ്യം ഉണ്ടാക്കുകയാണ്, വരവേല കണക്കുകൾ നിയമസഭയിൽ വരുന്നില്ല തുടങ്ങിയ ആക്ഷേപം വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചെറിയ റൂളിംഗ് നൽകേണ്ടി വന്നു. റൂളിങ്ങിന് ശേഷവും സംവാദം തുടർന്നു. സംവാദം നടക്കുമ്പോഴെല്ലാം നമ്മുടെ തോന്നൽ ഡോക്ടർ തോമസ് ഐസക്ക് കരുതുന്നത് അദ്ദേഹം പറയുന്നത് മനസ്സിലാവാത്തതുകൊണ്ടാണ് പ്രതിപക്ഷം വീണ്ടും വീണ്ടും ആക്ഷേപം ഉന്നയിക്കുന്നത്. ആക്ഷേപം ഉന്നയിക്കുന്നത് മനസ്സിലാകത്തുണ്ടായിരുന്നില്ല, മനസ്സിലാക്കാൻ ലക്ഷ്യമില്ലാത്തത് ആശയസംഘർഷങ്ങൾ ഉണ്ടാകുന്ന മുൻകൂട്ടി തീരുമാനിച്ചു വരുന്ന തീരുമാനങ്ങളിൽ ഉറച്ചുനിന്നുകൊണ്ട് രണ്ടു കൂട്ടും പോരാടുമ്പോൾ സ്പീക്കർക്ക് നിസ്സഹായനാവാനേ സാധിക്കുള്ളൂ. അപ്പോൾ കിഫ്ബി എന്ന് പറയുന്ന ആശയം തന്നെ തെറ്റാണെന്ന് പറയുന്നവരോട് പിന്നെ എത്ര ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് ആ സംഘടനയൊക്കെ പലപ്പോഴും നിസ്സഹായനായി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്ത നിലയിൽ എത്ര നേരം സഭ ചർച്ച ചെയ്തിട്ടും എവിടെയും എത്താത്ത ആശയമായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് അവകാശ ലംഘനങ്ങളുടെ തീർപ്പാക്കുന്ന സംഗതി പലപ്പോഴും നമുക്ക് എവിടെയും എത്തിയെന്ന് തോന്നാത്ത സംഗതി അവകാശ ലംഘനത്തിൻ്റെ തീർപ്പാക്കിക്കൊണ്ട് നോട്ടീസ് അവസാനം കൊടുക്കുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ പല കാര്യങ്ങളിലും വേണ്ടത്ര ഏർപ്പാടും ചെയ്യാതെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്. ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പലർക്കും ഉപചോദ്യങ്ങൾ വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അത് പാർട്ടികളുടെ നേതാക്കളൊക്കെ കൊടുക്കേണ്ടി വരിക. സ്വന്തം പല നേതാക്കളെ മറികടന്നുകൊണ്ട് വരാൻ പറ്റാത്തവർക്ക് വലിയ ബുദ്ധിമുട്ട്, വിഷമം, പ്രത്യേകിച്ച് യുവാക്കൾ വലിയ വിഷമം വരുമ്പോൾ പലതരത്തിലുള്ള കൈക്കൂലി വാഗ്ദാനം ചെയ്യാറുണ്ട്. അതായത് എൻ്റെ കാലത്ത് MLA പലരും കൈക്കൂലി കുറിപ്പുകളായി അയച്ചിട്ടുണ്ട്. കൈക്കൂലി കുറിപ്പ് പറഞ്ഞാൽ മിഠായി, ഷാഫി പറമ്പിൻ്റെയും ഹൈബീഡിൻ്റെയൊക്കെ സ്ഥിരം ഏർപ്പാടായിരുന്നു. ബ്രോ പ്ലീസ് ഗിവ് us a ചാൻസ് എന്ന് പറഞ്ഞിട്ട് കൂട്ടൊരു മിഠായി വെച്ചിട്ട് സ്റ്റേജിലേക്ക് വേദിയിലേക്ക് എത്തിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മിഠായിയുടെ കൈക്കൂലി ഉപചോദ്യം നടത്താൻ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, പലതുണ്ടായിട്ടുണ്ട്. തമാശ എന്ന് പറഞ്ഞ സാഹചര്യം പലപ്പോഴും സ്പീക്കറോട് വല്ലാത്ത നിലയിൽ പെരുമാറിയിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും അറിയാത്ത പോലെ കുട്ടികളെ പോലെ പെരുമാറുന്ന രീതിയും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം കാണിക്കുന്നത് നിയമസഭയിൽ സംവാദാത്മകമായി മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതും അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് നിലപാടുകളൊന്നും സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. നിയമസഭയെ പൊതുവായിട്ട് ഞങ്ങൾക്കിടയിൽ കാണുമ്പോൾ സ്പീക്കറുടെ സ്ഥാനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട തന്നെയാണ്. സ്പീക്കർ മാത്രമല്ല, പക്ഷേ പ്രതിപക്ഷത്തിൻ്റെയും നേതാക്കളുടെയും ചിന്താഗതിയും കൂടി പ്രധാനപ്പെട്ട കാര്യം. എനിക്കൊരു അനുഭവം, പഴയ തലമുറയിലെ ആളുകളെല്ലാവരും വളരെ ശക്തമായിട്ട് നിലപാട് സ്വീകരിക്കുമ്പോഴും പലപ്പോഴും സ്പീക്കറുടെ ഇംഗിതങ്ങളെയും റൂളിങ്ങനെയും അംഗീകരിക്കാൻ സമയം നിശ്ചയം പാലിക്കാൻ തയ്യാറാകുമ്പോൾ പുതിയ ആളുകൾക്കാണ് പലപ്പോഴും ഒരു മടിയോടുകൂടി പെരുമാറുന്നത്. ആ പെരുമാറ്റം പഴയ ആളുകൾ തിരുത്താൻ തയ്യാറാവുന്നുണ്ട്. ഞാൻ സ്പീക്കർ 10 ചോദിച്ചു, VS അച്യുതാനന്ദനുണ്ട്, പിണറായി വിജയനുണ്ട്, ഉമ്മൻചാണ്ടി ഉണ്ട്, ഇങ്ങനെ നേതാക്കളൊക്കെ ഒരു ബാധ്യത നിങ്ങൾക്ക് എങ്ങനെ നടത്താൻ പറ്റും? നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ MLA-മാരായ ആളുകളല്ലേ, അതൊരു ബാധ്യതയല്ല, അതൊരു സാധ്യതയാണെന്ന് പറഞ്ഞു. അത് അക്ഷരത്തിൽ ചെയ്യുന്നതിന് വിനിയോഗിക്കപ്പെട്ടു. സാധ്യത ശ്രീ ഉമ്മൻചാണ്ടി ഒരു നിമിഷം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടുപോകാൻ വയ്ക്കാതെ നിലയിലാണ് ഇടപെട്ടിരുന്നത്. തീർച്ചയായിട്ടും സാധ്യമായിട്ട് അതിനെ വളർത്താൻ സാധിച്ച ഒരു സാഹചര്യമാണ്. ടെക്നോളജിയുടെ ഭാഗമായിട്ടുള്ള പുതിയ കാര്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി എന്ന പുതിയ സാധ്യതയെ കൊണ്ടുവരാൻ കഴിയും. ഇന്ത്യ എല്ലാ യൂണിവേഴ്സിറ്റികളിലുമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട 3000 കുട്ടികൾ 3 ദിവസം അസംബ്ലിയിൽ ഒത്തുചേർന്ന് ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി ആഘോഷിച്ചു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. യഥാർത്ഥത്തിൽ ലോകത്തിനെ നിയമസഭയ്ക്കകത്ത് ഇത്തരം ഡെമോക്രസി നടത്തുമ്പോൾ ഫെസ്റ്റിവൽ നടത്തുമ്പോൾ അല്ലാതെ പിന്തുണ കിട്ടുമെന്നുള്ള ഉറപ്പായിരുന്നു. നമുക്ക് നിയമസഭയുടെ പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി വികേന്ദ്രീകരിക്കാനും താഴെത്തട്ടിലേക്ക് എത്തിക്കാനും കഴിയുമെന്നത് തീർച്ചയാണ്. അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം പിന്തുണ കിട്ടിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ കൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞെന്നാണ് വസ്തുത. കൂടുതൽ സംസാരിക്കുന്നില്ല, ഇനി രണ്ടാമത് ചാൻസ് വേണമെന്നില്ല. നിയമസഭാ നടപടികളുടെ ഗൗരവവും അതുപോലെ തന്നെ അതിന് നൽകുന്ന പ്രാധാന്യമൊക്കെ കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു ധാരണ സമൂഹത്തിൽ പരന്നിട്ടുണ്ട്. അതിൽ വളരെ സത്യമുണ്ട്. അതിപ്പോൾ നമ്മൾ വേറൊന്നും വേണ്ട, നമ്മൾ 57 തുടങ്ങിയ നിയമസഭാ നടപടികളെടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ആ ചർച്ചയുടെ ക്വാളിറ്റി അന്ന് എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. ദൃശ്യമാധ്യമങ്ങൾ എടുക്കുന്ന ഒരു സറ്റയറിൻ്റെ ഒരു പ്രശ്നമായിരുന്നില്ലേ? ദൃശ്യമാധ്യമങ്ങൾ രാത്രി കാണിക്കുന്ന ആക്ഷേപഹാസ്യ പരിപാടികൾ എന്നെ പ്രോത്സാഹിപ്പിക്കുക, ഇത്തരം
നിലവാരശൂന്യമായ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന അന്തരീക്ഷമുണ്ട്. ഇപ്പോൾ ചെറുപ്പക്കാരുടെ എണ്ണം, നിയമസഭയിൽ വരുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ ചെറുപ്പക്കാർ നിയമസഭാ നടപടികൾ കാണിക്കുന്ന താല്പര്യം കുറഞ്ഞിട്ടുമുണ്ട്. രണ്ടും സത്യമാണ്. അപ്പോൾ സഭയിൽ വന്ന് അറ്റൻഡ് ചെയ്യുന്നത് തന്നെ എത്രയോ കുറവാണ്. വന്ന അറ്റൻഡൻസ് മാർക്കിങ് ക്വസ്റ്റ്യൻ അവറിലിരിക്കും, പിന്നെ ഇവരെ കാണുന്നില്ല. അപ്പോൾ അതിലൊക്കെ കെ എം മാണി സാറിനെയൊക്കെ ഒരു മാതൃകയാക്കേണ്ടതാണ്. നിയമസഭയിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് നിയമസഭ തന്നെയാണ്. നിയമസഭ എന്ന് പറഞ്ഞാൽ നിയമസഭാ അംഗങ്ങൾ തന്നെയാണ്. ഞാൻ പലപ്പോഴും ഇവിടെ സഭയിൽ ആവർത്തിച്ചിട്ടുണ്ട്, നിയമസഭാ അംഗങ്ങൾ പ്രാഥമികമായി ചെയ്യേണ്ടത് നിയമസഭയിൽ പൂർണ്ണമായും ഇരിക്കുക എന്നതാണ്. അവിടെ തുടങ്ങണം. ഇതിരിക്കില്ല, എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ വരും, അത് നിർവഹിക്കും, അപ്പോൾ സ്ഥലം വിടുകയാണ്. അതിൽ പഴയ നേതാക്കൾ EMS ഉൾപ്പെടെ, അല്ലെങ്കിൽ ശ്രീ K കരുണാകരൻ ഉൾപ്പെടെ, അവരൊക്കെ നിയമസഭ സമ്മേളിക്കുന്ന സമയത്ത് നിയമസഭയിൽ തന്നെ ഉണ്ടാകും. അത് അവസാനിച്ചതിന് ശേഷമാണ് അവർ സ്ഥാനം വിട്ടു പോവുക. മാണി, K എം മാണി, അങ്ങനെ നിരവധി ആളുകളുണ്ട്. നല്ല മാതൃകകൾ ഒരുപാട് ഉള്ള ഒരു നിയമസഭയാണ് ഈ നിയമസഭ. പക്ഷേ ആ മാതൃകകൾ കണ്ടെത്തി അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് പുതിയ തലമുറയ്ക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ഫലപ്രദമായ ഒരു ചർച്ച ഇവിടെ നടന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.